ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 കൂടി വരുന്ന ദിവസങ്ങളിൽ, അതായത് ജൂലൈ 17 തൊട്ട് ഓഗസ്റ്റ് 16 അങ്ങനെ വരുമ്പോൾ 30 ദിവസം കർക്കിടക മാസം വരും. തീർച്ചയായിട്ടും ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് ഒരു രാമായണ മാസം കൂടിയാണ്, പവിത്രയുടെ മാസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മാസങ്ങളുടെ ഒരുപാട് പ്രത്യേകതകൾ കൂടിയുണ്ട്. അതുപോലെ തന്നെ ഈ മാസങ്ങളിലെ ഓരോ ജന്മ നക്ഷത്രക്കാർക്കും അവരുടേതായ ഗുണങ്ങളെങ്ങനെ, ദോഷങ്ങളെങ്ങനെ എന്നത് തന്നെയാണ് ആദ്യമായി നാം അറിയേണ്ടത്. അപ്പോൾ ഈ കർക്കിടക മാസത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചില ഗ്രഹങ്ങൾക്ക് മാറ്റങ്ങളുണ്ടോ ചോദിച്ചാൽ, ഇപ്പോൾ ഈ ശുക്രമാറ്റങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കാര്യപ്പെട്ട ഗ്രഹങ്ങൾ, അതായത് വളരെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾക്ക് മാറ്റങ്ങളൊന്നുമില്ല. എങ്കിലും ചില ദൃഷ്ടി, അതുപോലെ തന്നെ ചന്ദ്രരാശി, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചന്ദ്രരാശിയിൽ വരുന്ന ഗുണങ്ങളെ കൊണ്ട് തന്നെയാണ് നമ്മൾ വ്യക്തമായി കാണേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യമായിട്ട് മേടം രാശിക്കാരിൽ അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം കൂടി വരുന്ന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ മേടരാശിക്കാർക്ക് ഈ കർക്കിടക മാസം എങ്ങനെയാണ്? അപ്പോൾ കർക്കിടക മാസത്തെ സംബന്ധിച്ചിട്ട് അവർക്ക് ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ടാവാം. പ്രത്യേകിച്ചും കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ച് ചെറുതരത്തിലുള്ള ദോഷങ്ങളുണ്ടാവും. ഇവരുടെ 2ാം ഭാവാധിപൻ, അല്ലെങ്കിൽ വാക്ക്, പ്രവൃത്തി, കർമ്മം, ഇതൊക്കെ 2ാം ഭാവം കൊണ്ട് കാണുമ്പോൾ ശുക്രരാശിയാണ് ഇവർ, അതായത് ഇടവൻ രാശി. അപ്പോൾ ഇടവൻ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ശുക്രനായതുകൊണ്ട് തന്നെ ശുക്രൻ്റെ സ്ഥാനം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. അപ്പോൾ ശുക്രൻ്റെ മാറ്റം ഈ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ചെറിയ ചില ബുദ്ധിമുട്ടുകളുണ്ടാക്കാം, വലുതല്ല എങ്കിലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. ധനച്ചെലവുകൾ, അതുപോലെ തന്നെ ചെറിയ വാക്കുകൊണ്ട് ശത്രുദോഷങ്ങൾ വരിക, കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ച് ചെറിയ ചില ബുദ്ധിമുട്ടുകൾ വരിക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനെക്കൊണ്ട് ഒരു ചില വിഷമങ്ങൾ തന്നെയായിട്ടാണ് ഏറ്റവും കൂടുതൽ കാണേണ്ടത്. അപ്പോൾ ഈ രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വ്യക്തമായിക്കൊണ്ട് കൊടുക്കൽ വാങ്ങൽ, അല്ലെങ്കിൽ ധനം കൈകാര്യം ചെയ്യൽ വളരെ ശ്രദ്ധ വേണമെന്നാണ് പറയുക. അതുപോലെ തന്നെ ഒരുപാട് സൗഹൃദങ്ങൾ വരുമ്പോൾ അതിൽ തർക്കങ്ങളോ ദോഷങ്ങളോ മാനഹാനികളോ ഒക്കെ സംഭവിക്കാമെന്നാണ് പറയുക. ഇതൊക്കെ ഈ രാശിക്കാർക്ക് ഇരിക്കുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെ ശത്രുദോഷങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുക. വളരെ വേണ്ടപ്പെട്ടവർ, അത് സ്വന്തത്തിലായാലും ബന്ധത്തിലായാലും ഇവരിൽ നിന്ന് ശത്രുദോഷങ്ങൾ ഉണ്ടാവാം. ഈ ശത്രുദോഷങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കുന്ന അവസരങ്ങളുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരെക്കുറിച്ച് 2ഉം 5ഉം 9ഉം ഭാവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മാനസിക പ്രയാസങ്ങളും തൊഴിൽ സംബന്ധിച്ച് തർക്ക തടസ്സങ്ങളും അതുപോലെ തന്നെ സമാധാനം കിട്ടാത്ത അവസരങ്ങളൊക്കെ ഉണ്ടാവാം. എന്നാൽ ഇവരുടെ ലഗ്നാധിപൻ, അതായത് ചൊവ്വ, ഇത് ചിങ്ങ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും ആ രാശിയുടെ അധിപൻ ഇത് കർക്കിടകത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറിയ ചില ബുദ്ധിമുട്ടുകൾ ഈ സൂര്യനെ സംബന്ധിച്ചിട്ടും കാണാം. അതുപോലെ തന്നെ മനസ്സമാധാനം കുറയുന്നതും ദേഹദോഷങ്ങൾ വരുന്നതും ഒക്കെ ഇതിനെ ഉൾക്കൊള്ളിച്ചാണ് കാണേണ്ടത്. ഇതുകൊണ്ട് തന്നെ ചെറിയ ചില ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ സർവ്വ ദോഷങ്ങൾ തീർക്കാനായിട്ട് ആദ്യമായിട്ട് ഇവർ ചെയ്യേണ്ടത് ലഗ്നാധിപനായി വരുന്ന ചൊവ്വയ്ക്കും അതുപോലെ തന്നെ സൂര്യനും ചേർന്നുകൊണ്ടുള്ള വഴിപാടാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്. അപ്പോൾ സൂര്യനെ എന്നുള്ളതിന് ഒരു ക്ഷേത്രങ്ങളില്ല. അതുകൊണ്ട് തന്നെ ശിവക്ഷേത്രത്തിൽ മനസമാധാനത്തിനായിക്കൊണ്ട് തന്നെ ധാര വഴിപാട് കഴിക്കുക. അതുപോലെ തന്നെ ദേഹദോഷങ്ങളില്ലാതിരിക്കാൻ കെടാവിളക്ക് കഴിക്കുക. അതുപോലെ തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുക. ശിവക്ഷേത്ര ദർശനം കൂടി നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വഴിപാട് കഴിക്കുമ്പോൾ ഒരു പരിധിവരെ ഈ ബുദ്ധിമുട്ടുകൾ മാറിപ്പോവാം. അതുപോലെ തന്നെ ചൊവ്വ, ആ ഗ്രഹത്തിനായിക്കൊണ്ട് ഭഗവത് സേവ വഴിപാട്, അത് തട്ടകത്തിലെ ഭഗവതിക്ക് ചെയ്താൽ മതി. അങ്ങനെ ഭഗവത് സേവ വഴിപാട് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ അധിപൻ അല്ലെങ്കിൽ ലഗ്നാധിപൻ ഇതും അതുപോലെ തന്നെ 4ാധിപൻ അത് സൂര്യൻ, ഇതിൻ്റെയൊക്കെ ദോഷങ്ങൾക്ക് ഒരു പരിഹാരവും. ഇത് ഇവരുടെ നല്ല കാര്യങ്ങൾക്കായിട്ട് സമാധാനത്തോടെ മുന്നോട്ട് പോകാനും കഴിയും എന്നാണ് കർക്കിടക മാസത്തിൽ കാണേണ്ടത്. അതുപോലെ തന്നെ ആത്മീയതയുടെ ഒരു മാസം കൂടി ആയതുകൊണ്ട് തന്നെ രാമനാമം ജപിക്കുന്നതും രാമകീർത്തനം ചൊല്ലുന്നതും ശ്രീരാമക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ വളരെ ഉചിതമാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ രാമക്ഷേത്ര ദർശനവും കഴിയും വഴിപാട് കഴിക്കുന്നതും വ്രതനിഷ്ഠതയോടുകൂടെ മുന്നോട്ട് പോകുന്നതും വളരെ മനസമാധാനത്തിനും തടസ്സങ്ങളില്ലാതെ പോകാനും ഉചിതമായ ചില
വഴിപാടോടുകൂടെ തന്നെയാണ് ഈ മാസം കടന്നു പോകേണ്ടത്. അപ്പോൾ ഈ 2 ക്ഷേത്രത്തെ വഴിപാട് കൊണ്ട് തന്നെ ഇവർക്ക് പൂർണ്ണമായ സമാധാനം കിട്ടും. എങ്കിലും കർക്കിടക മാസം ആയതുകൊണ്ടും ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനവും കഴിയും വഴിപാട് കഴിക്കുമ്പോൾ എല്ലാ കാര്യത്തിനും ഒരു അടുക്കും ചിട്ടയോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. അടുത്തായിട്ട് ഇടവൻ രാശിയാണ്. ഇടവൻ രാശിയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അശ്വതി, ഭരണി, കാർത്തിക, മേടക്കൂറാണെങ്കിൽ കാർത്തികയുടെ 3/4 ഭാഗം രോഹിണി, മകീരത്തിൻ്റെ 1/2 ഭാഗം ചേർന്ന് വരുന്ന ഇടവൻ രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ അധിപൻ അതായത് ശുക്രനെ കൊണ്ട് മാനസികമായ ചില ബുദ്ധിമുട്ടുകളുണ്ടാവാം. എങ്കിലും ഇവർ പുതിയ തൊഴിലിൽ എത്തിപ്പെടുവാനോ അല്ലെങ്കിൽ മറ്റൊരു തൊഴിൽ ചെയ്യുന്ന തൊഴിൽ കൂടാതെ തന്നെ മറ്റൊരു തൊഴിൽ കിട്ടേണ്ട അവസരങ്ങളുണ്ടാവാനൊക്കെ ഇവരുടെ കാര്യങ്ങൾക്ക് ചില സാധ്യമാണ്. അത് ഇവരുടെ 2ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. ഇവരുടെ മറ്റുള്ള ഗ്രഹങ്ങളെക്കുറിച്ച് കൊണ്ടും വലിയ ദോഷങ്ങളില്ല. എങ്കിലും ചെറുതരത്തിലുള്ള ദോഷങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും ചെറിയ ചില അലോസരങ്ങളും കഷ്ടങ്ങളും വരാം. അതിനെ കൂടി മറികടന്ന് പോവുകയാണെങ്കിൽ ഇടവൻ രാശിയിൽ വരുന്ന 2/4 ഭാഗം നക്ഷത്രക്കാർക്കും ഈ കർക്കിടക മാസം പൂർണ്ണമായ സമാധാനത്തോടു കൂടെ തന്നെയാണ് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതിന് ചെയ്യേണ്ടത് ശരിക്കും ഇവരുടെ ലഗ്നാധിപനായിട്ടുള്ള ഒരു ക്ഷേത്രം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിക്ക് തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഈ കർക്കിടക മാസം കൂടി ആകുമ്പോൾ ശ്രീരാമക്ഷേത്ര ദർശനം നടത്തി ഹനുമാൻ സ്വാമിക്ക് കഴിയും വഴിപാട് കഴിക്കുക എന്നാണ് കാണേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വഴിപാടും ഹനുമാൻ സ്വാമിക്ക് വഴിപാടും കഴിക്കുമ്പോൾ കഴിയും വിധത്തിൽ വഴിപാട് കഴിക്കലും അതുപോലെ തന്നെ സ്വയം രക്ഷയ്ക്കായിക്കൊണ്ട് ശത്രുദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ദേവി ക്ഷേത്ര വഴിപാട് കഴിക്കുന്നതും ദേഹ ശത്രു കർമ്മ മുട്ടുകളൊക്കെ തീർക്കുന്നതും വളരെ നല്ല വഴിപാടായിട്ടാണ് കാണേണ്ടത്. അപ്പോൾ ഈ ക്ഷേത്ര വഴിപാടുകൾ കഴിയും വിധത്തിൽ കഴിക്കുന്നതും അതുപോലെ തന്നെ വളരെ ധനച്ചെലവില്ലാതെ കഴിക്കാൻ പറ്റുന്ന ഈ വഴിപാടോടുകൂടെ തന്നെ ഈ ഇടവൻ രാശിക്കാർക്ക് വരുന്ന വളരെ ദോഷങ്ങൾക്ക് അതായത് വളരെ വലിയ ദോഷങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടുകൊണ്ട് കർക്കിടക മാസം ഇവർക്ക് വളരെ ആനന്ദത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഈ വഴിപാട് മതി ഇവരുടെ എല്ലാ കാര്യത്തിനും ഒരു പരിധിവരെ സമാധാനം കിട്ടും എന്ന് തന്നെയാണ് കാണേണ്ടത്. മിഥുനൻ രാശിയിലെ മകീരത്തിൻ്റെ 1/2 ഭാഗം തിരുവാതിര, പുണർത്തത്തിൻ്റെ 3/4 ഭാഗം ചേർന്ന് വരുന്നതാണ് രാശിഭാവങ്ങൾ. അപ്പോൾ ഈ 2/4 ഭാഗം വരുന്ന രാശിഭാവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ലഗ്നവ്യാഴമാണ്. അതുകൊണ്ട് തന്നെ ചില പ്രയാസങ്ങളുണ്ടാവാം. അത് വളരെ ഗുണപ്രദമാണെന്നൊന്നും പറയാൻ കഴിയില്ല. കഴിഞ്ഞ മാസത്തിൽ ഞാനത് പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ 4, 5, 6 ഭാവാധിപനൊക്കെ വെച്ച് കാണുമ്പോൾ ചെറിയ ചില ബുദ്ധിമുട്ടുകളൊക്കെയാണ് വരിക. കേതുവിൻ്റെ സഞ്ചാരം, അതുപോലെ തന്നെ ഇവർക്ക് 10ാം ഭാവം 10ൽ കാണുന്നത് ചില ബുദ്ധിമുട്ടുകൾ വരുന്ന രൂപത്തിലാണ് കാണുന്നത്. ശനിയുണ്ട്. അപ്പോൾ ശനി കണ്ടകനായിട്ടാണ് കാണുന്നത്. കണ്ടകശനിയും അതുപോലെ തന്നെ ഇവർക്ക് കേതുവിനെ കൊണ്ട് ദോഷങ്ങളും വരിക എന്ന് പറയും. അപ്പോൾ എന്താ പറയുക, തൊഴിൽ തടസ്സങ്ങളുണ്ടാവാം, തൊഴിൽ സംബന്ധിച്ച അലച്ചിലുകളും ബുദ്ധിമുട്ടും ഉണ്ടാവാം. അതുപോലെ തന്നെ സമാധാനം പൂർണ്ണമായും കിട്ടാത്ത അവസരങ്ങളുണ്ടാവാം. അനാവശ്യ കാര്യങ്ങൾക്കായി ഖേദങ്ങൾ വരുന്ന അവസരങ്ങളുണ്ടാവാം. ഇതൊക്കെ തന്നെയാണ് എടുത്തു പറയേണ്ട അവസരങ്ങളായി കാണുന്നത്. അപ്പോൾ കൂടെപ്പറപ്പ് അല്ലെങ്കിൽ വീട്ടിൽ അനുകൂലത്തിൽ നിൽക്കുന്നവർ, അതുപോലെ തന്നെ വീട് അന്തരീക്ഷം, ഇതൊക്കെ ഇവർക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സമാധാനം കിട്ടാത്ത അവസരം വരും. എന്തുകൊണ്ടെന്നാൽ ഇവരുടെ 4ാം ഭാവാധിപൻ എന്ന് പറയുന്ന കന്നിരാശിയുടെ അധിപനും ബുധനാണ്, ലഗ്നാധിപനും ബുധനാണ്. ഇപ്പോൾ ലഗ്നത്തിൽ നിൽക്കുന്നത് വ്യാഴമാണെങ്കിലും അധിപനായി വരുന്നതിൻ്റെ സ്ഥാനം കൊണ്ട് ബുധനാണ് കാണുന്നത്. അപ്പോൾ ഈ ബുധൻ്റെ സ്ഥിതികളും അതുപോലെ തന്നെ 3ാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ സ്ഥിതികളും ചൊവ്വയുടെ സ്ഥിതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് പൂർണ്ണമായ മനസ്സമാധാനം കിട്ടാത്ത അവസരങ്ങൾ വരിക, അരോചകത്വത്തോടുകൂടെ വാക്ക് കേൾക്കേണ്ടി വരിക, ശത്രുദോഷങ്ങൾ ഉണ്ടാവുക, വേണ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെ ചില ശത്രുദോഷങ്ങൾ വരുന്ന അവസരങ്ങൾ വരിക, ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ വിചാരിച്ച പോലെ അല്ലാത്ത ചില കൂട്ട് സൗഹൃദങ്ങൾ, അത് തർക്കദോഷത്തിലും കഠിനമായ ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. എന്നാൽ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവാതെ തടസ്സപ്പെട്ടുകൊണ്ട് പോകുന്ന ഈ സ്ഥിതിയിൽ
ആപത്ത് ഘട്ടങ്ങളിൽ ശത്രുവിനെ പോലെ ഗുണം കിട്ടുന്ന അവസരങ്ങളും പ്രതീക്ഷിക്കാമെന്ന് പറയാം. അതായത് ശത്രുപക്ഷത്തിൽ നിന്നവരിൽ നിന്ന് അനുകൂലമാവുന്ന ചില അവസരങ്ങൾ എത്തിപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് അതിനെക്കൊണ്ട് കാണുന്നത്. എന്നാൽ മിത്രങ്ങളായി നിന്നവരിൽ നിന്ന് ശത്രുതാഭാവത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസരങ്ങളുണ്ടാവാം. വളരെ വിശ്വസിച്ച് വരുന്നത് ശത്രുതാഭാവങ്ങളും വിശ്വസിക്കാത്തവരിൽ നിന്ന് ഗുണാനുഭവങ്ങളും ഉണ്ടാവാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ കൂടെപ്പിറപ്പ് പോലെ നിൽക്കുന്നവരിൽ നിന്നും ശത്രുദോഷങ്ങളായിട്ടാണ് കാണേണ്ടത്. കുടുംബം, ബന്ധം, ഇതിലൊക്കെ ചില സമാധാനം കുറയുന്ന അവസരങ്ങളും ഉണ്ടാവാമെന്ന് പറയാം. അപ്പോൾ ഇതിന് പരിഹാരമായിക്കൊണ്ട് തീർച്ചയായിട്ടും ഇവർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക്, വഴിപാട് സമർപ്പിച്ചുകൊണ്ട് വ്യാഴാഴ്ച വ്രതങ്ങൾ കൂടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും സന്തോഷം കിട്ടും. പിന്നെ ഇവർക്ക് എടുത്തു പറയേണ്ടത് ഇവർ 7ാം ഭാവം ധനുരാശിയാണ്. അത് അമ്പും വില്ലും കയ്യിലേന്തിയ പോലെയാണ്. അപ്പോൾ ശത്രുതാഭാവത്തിൽ വരുന്നത് ശുക്രൻ്റെ സാന്നിധ്യം, അതുപോലെ തന്നെ 7ാം ഭാവം അഷ്ടമത്തിൽ വരുന്ന മകരമാണ്. അപ്പോൾ അതിൻ്റെ സാന്നിധ്യം മകരത്തിൽ വരുന്നത് ശനി ഇപ്പോൾ 10ലാണ്. അപ്പോൾ എല്ലാം ചില ബുദ്ധിമുട്ടുകളിലാണ് കാണേണ്ടത്. ഓരോ ജ്യോത്സ്യന്മാരും ഓരോ തരത്തിലാണ് പറയുക. അപ്പോൾ ഈ പറയുന്നത് യഥാവിധി, അതായത് ചന്ദ്രരാശി പ്രകാരം സത്യസന്ധമായ വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഈ മിഥുനരാശിക്കാരെ കുറിച്ചുകൊണ്ട് ആവലാദികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാമെന്നാണ്. അപ്പോൾ അതിന് പരിഹാരമായിക്കൊണ്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ വഴിപാട് പോലെ തന്നെ കേതുവിനും ഒരു വഴിപാട് കഴിക്കുക എന്ന് പറയും. തീർച്ചയായിട്ടും ഇതുകൊണ്ട് തന്നെ ഇവർക്ക് ചില മാറ്റങ്ങൾ വരും. പിന്നീട് ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിലെ ദേഹകർമ്മ ശത്രു ബാധ മുട്ടുകൾ തീർക്കുന്നതും സമാധാനം കിട്ടുന്ന അവസരങ്ങളിലാണ് കാണേണ്ടത്. പിന്നീട് കർക്കിടരാശി. കർക്കിടരാശിയിൽ പുണർത്തത്തിൻ്റെ കാൽഭാഗം, പൂയം, ആയില്യം, അങ്ങനെയാണ് 2 ഭാഗം നക്ഷത്രം വരേണ്ടത് കർക്കിടരാശിയിൽ. ഈ 2 ഭാഗം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ആപത്ത് അല്ലെങ്കിൽ അറിയാതെ വരുന്ന മനോവിഷമങ്ങളും തർക്കങ്ങളും തടസ്സങ്ങളും കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടെന്നാണ് പറയേണ്ടത്. അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ വരിക, അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് കൊണ്ട് ചില വേവലാതികളും വരിക, അങ്ങനെ കാണാം. മനസ്സിന് എപ്പോഴും ചഞ്ചലപ്പ് വരുന്ന അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇവരുടെ ഈ കർക്കിടരാശിയിൽ അധിപനും ചന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ മനോക്ലേശങ്ങളും സർവത്ര വ്യാധികളും വരുത്തുന്ന അവസരങ്ങൾ ഉണ്ടാക്കാമെന്നാണ് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ചെയ്യേണ്ട വഴിപാട് എന്ന് പറയുന്നത് ഏറ്റവും നല്ലതിലും സമാധാനത്തിലും മുന്നോട്ട് പോകാനായിക്കൊണ്ട് സമാധാനം കിട്ടാനായിട്ട് ശരിക്കും ശിവക്ഷേത്രത്തിൽ ഇളനീർ ധാര കഴിക്കുക. അത് ഒരു പരിധിവരെ സമാധാനമാണ്. മഴക്കാലം ആയതുകൊണ്ട് ഒരു പക്ഷേ ഇളനീര് കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ അത് ശംഖുധാരക്കായി കഴിച്ചാലും ഒരു പരിധിവരെ സമാധാനമാണ്. അതുപോലെ തന്നെ കൂവളമാല പുഷ്പാഞ്ജലി കഴിക്കുക, ദേവനൊരു നിവേദ്യം കഴിക്കുക, കെടാവിളക്ക് കൂടി സമർപ്പിക്കുക. അതുപോലെ തന്നെ കൂവളമാല അലങ്കാരത്തിനായിക്കൊണ്ടും ചാർത്തുക. തീർച്ചയായിട്ടും ഇവരുടെ സർവകാര്യ സാധ്യത്തിനും ശത്രുദോഷത്തിനും സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും. പിന്നെ ഇവർക്ക് മറ്റൊരു ദോഷങ്ങൾ, അത് ഒരു സരസ്വതി ഭാവത്തിലുള്ള ക്ഷേത്രത്തിൽ, അത് ഉദയത്തിലാണല്ലോ, അപ്പോൾ ഉദയത്തിൽ ദർശനം നടത്തിക്കൊണ്ട് ദേഹപുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ നെയ്വിളക്കും സരസ്വതിക്കായിട്ട് തുളസിമാലയും സമർപ്പിക്കുമ്പോൾ ഇവർക്ക് ഇപ്പോൾ തത്സമയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനോക്ലേശങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും തീർച്ചയായിട്ടും ഒരു പരിഹാരം കിട്ടും. ഇതിൽ വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 2ാമത് പറഞ്ഞ വഴിപാട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വിദ്യാസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കുമ്പോൾ അതുകൊണ്ട് ഒരുപാട് അനുകൂലങ്ങളും സന്തോഷങ്ങളും വരുന്ന അവസരങ്ങളാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഈ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും വ്യാപാരികളാണെങ്കിലും ഒക്കെ ഈ വഴിപാട് ഒരു പരിധിവരെ ഇവർക്ക് എല്ലാം നല്ല സ്വയം രക്ഷയ്ക്കായി പറ്റുന്ന വഴിപാടുകളാണ് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അടുത്തതായിട്ട് ചിങ്ങൻ രാശിയാണ്, അല്ലെങ്കിൽ ചിങ്ങക്കൂർ. ചിങ്ങക്കൂറിൽ മകം, പൂരം, ഉത്രം, അങ്ങനെയാണ് 2 ഭാഗം. ഈ 2 ഭാഗം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് നേതൃത്വ ഭാവങ്ങളിലൊക്കെ എത്തിപ്പെടാൻ കഴിയുന്നവരെയാണ്. ഇവർക്ക് ലഗ്നത്തിൽ തന്നെ ചൊവ്വ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ചൊവ്വ ദോഷങ്ങളില്ലാത്തൊരു സ്ഥിതിയാണ്. ഇവരുടെ 2ാം ഭാവാധിപനായി വരുന്നത് കന്നിരാശിയാണ്. ചിങ്ങത്തിൻ്റെ 2ാം ഭാവം, അതിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹം ബുധനാണ്. പക്ഷേ ബുധൻ തത്സമയം സ്ഥാനകാരണങ്ങൾ വെച്ചുകൊണ്ട് അറിയാതെ വരുന്ന ധനച്ചെലവുകൾ, വാക്കുകൊണ്ട് വരുന്ന ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടാവാമെന്ന് പറയും.
വാക്കുകൊണ്ട് ശത്രുദോഷങ്ങളൊക്കെ വരിക. അതുകൊണ്ട് ആത്മനിയന്ത്രണത്തോടു കൂടെയുള്ള വാക്കുകൾ സംസാരിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ച് ഒരു അടുക്കും ചിട്ടോടുകൂടെ തന്നെ മുന്നോട്ട് പോകുക. അപ്പോൾ അതൊരു പരിധിവരെ സമാധാനം കിട്ടും. പിന്നീട് ഇവർക്ക് വരുന്നത് സങ്കടദോഷങ്ങളായി കാണേണ്ടതിൽ മറ്റൊന്ന് കർമ്മരംഗത്തും അതുപോലെ തന്നെ സമാധാനം തരാത്ത അവസരത്തിൽ പിന്നിൽ നിന്നും കുത്തുന്ന ശത്രുക്കൾ ഉണ്ടാവാമെന്ന് പറയാം. ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ പിന്നിൽ നിന്ന് ശത്രുതാഭാവത്തിൽ പെരുമാറുന്നവർ, അത് സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകുക തന്നെയാണ് നിർവാഹമുള്ളൂ. അത് ഇവർക്ക് ചില ദേഹദോഷങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാമെന്ന് പറയാം. അതിനായിട്ട് ചെയ്യേണ്ടത് ദേഹമുട്ടും ശത്രുമുട്ടും ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിൽ തന്നെയാണ് അതിന് ഉത്തമ വഴിപാട്. ദേഹമുട്ടും ശത്രുമുട്ടും അത് നിശ്ചയമായും അതുകൊണ്ട് ഇവർക്ക് മാറ്റങ്ങളും വരും, അറിയാതെ വരുന്ന ശത്രുദോഷങ്ങളൊക്കെ. പിന്നീട് ചിങ്ങരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹം ചൊവ്വ, അത് തീർച്ചയായിട്ടും ഈ ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിവേദ്യത്തോടു കൂടെ ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് അനുകൂലമാവുന്നൊരു സമയം കൂടിയാണ് ഇപ്പോൾ എന്ന് പറയാം. പിന്നെ ഇവരുടെ വാക്ക് പ്രവൃത്തി അല്ലെങ്കിൽ തൊഴിൽ പ്രവൃത്തിക്കൊക്കെ വരുന്ന ശത്രുദോഷത്തിനായിക്കൊണ്ട് തന്നെ ബുധനായിട്ടൊരു ക്ഷേത്രമല്ല, അതുകൊണ്ട് തന്നെ നരസിംഹഭാഗത്തുള്ള ക്ഷേത്രത്തിൽ പാനകം വഴിപാട് കഴിക്കുക. അപ്പോൾ ശത്രുദോഷത്തിനും ഒരു പരിധിവരെ സമാധാനമാണ്. അപ്പോൾ ഈ രണ്ട് വഴിപാടും ശത്രുദോഷത്തിന് തന്നെയാണ് കഠിനമായ വഴിപാട് കർമ്മങ്ങൾ ചെയ്യാൻ പറയുന്നത്. ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾക്കും ജോലിക്കാർക്കും തൊഴിലാളികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വഴിപാടാണ്. ഇതുകൊണ്ട് ഒരുപാട് ധനച്ചെലവുകളില്ലാത്ത വഴിപാട് കൂടിയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരുടെ ജാതകം കൂടെ പരിശോധിച്ചുകൊണ്ട് ഇവരുടെ നടപ്പ് ദശാകാലങ്ങളും ഇവിടെ ജാതകത്തിലുള്ള ലഗ്നാധിപൻ്റെ സഞ്ചാരങ്ങളും കൂടി നോക്കിയ ശേഷം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് നല്ല മനസമാധാനത്തോടെയും സന്തോഷത്തോടെയും പോകാൻ കഴിയും. ഈ ചിങ്ങരാശിയിൽ പൊതുവേ ശത്രുക്കൾ കൂടെ തന്നെ സഞ്ചരിക്കേണ്ട ഒരു സമയമാണ് സദാസമയവും. അതുപോലെ തന്നെ അറിയാതെ വരുന്ന മുൻദേഷ്യം അതൊക്കെ ഇവർക്ക് അധികരിക്കുന്ന അവസരം, അതുകൊണ്ട് വരുന്ന ദോഷങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും ജാതക പരിശോധനയാണ് ഏറ്റവും ഉത്തമ മാർഗം. അല്ലെങ്കിൽ ഈ പറഞ്ഞ വഴിപാട് കഴിക്കാൻ നോക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് കന്നിരാശിയാണ്. കന്നിരാശിയിൽ വരുന്നത് ഉത്തരത്തിൻ്റെ മുക്കാഭാഗം, അത്തം ചിത്രയുടെ അരഭാഗം, അങ്ങനെയാണ് 2/4 ഭാഗം. അപ്പോൾ ഈ ഉത്തരത്തിൻ്റെ മുക്കാഭാഗം അത്തം ചിത്രയുടെ അരഭാഗം ചേർന്ന് വരുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവിചാരിതമായിട്ട് ജോലി മാറ്റങ്ങളോ അല്ലെങ്കിൽ ധനലഭ്യങ്ങളോ ഒക്കെ ഉണ്ടാവാമെന്നാണ് പറയാം. അതുപോലെ തന്നെ ഇവിടെ 7ാം ഭാവം കുടുംബം, ഇതൊക്കെ ചെറിയ ചില തർക്കങ്ങളുണ്ട്. അതായത് ഇവിടെ 4ാം ഭാവം എന്ന് പറയുന്നത് ധനുരാശിയാണ്. അതിൻ്റെ അധിപൻ എന്ന് പറയുന്നതിൻ്റെ സഞ്ചാരങ്ങൾ 10ലാണ്. അപ്പോൾ പുതിയ തൊഴിൽ സംരംഭങ്ങൾ കിട്ടുക, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ധനക്കൂട്ടായ്മകൾ ഉണ്ടാവുക, ഇതൊക്കെ ഇവർക്ക് നല്ലതായിട്ട് തന്നെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ വിശ്വസിക്കുന്നവരുന്നതിന് വിശ്വാസത്തോടു കൂടെ നല്ല അനുകൂലം കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാം പൊതുവെ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരുടെ 12ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ, അതുപോലെ തന്നെ സൂര്യൻ്റെയാണ് ക്ഷേത്രം ചിങ്ങൻ രാശിയിൽ, അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ട്. അത് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് 11ലാണ്, അതായത് കർക്കിടക രാശിയിലാണ്. അപ്പോൾ ഈ വ്യായം പറയും. കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ച് ഇവർക്ക് എപ്പോഴും ചില മനക്ലേശങ്ങൾ വരാം എന്നാ പറയും, അറിയാത്ത ധനച്ചെലവുകൾ വരാം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇവരുടെ ജാതകം തന്നെയാണ് ഇതിന് സൂക്ഷ്മ പരിശോധനയ്ക്ക് എടുക്കേണ്ടത്. ചരരാശി പ്രകാരമാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ചെയ്യേണ്ടതും ഇതിന് ധനമുട്ടും കർമ്മമുട്ടും ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ നടത്തുക. അതുപോലെ തന്നെ ദൃഷ്ടി ധനദോഷത്തിനായിട്ടുള്ള വഴിപാടുകൾ കഴിക്കുക. അത് ഒരു പരിധിവരെ നല്ലതാണ്. പിന്നീട് ഇവർ ചെയ്യേണ്ടത് ശിവക്ഷേത്രം തന്നെയാണ് ഉചിതമായിട്ട് ചെയ്യേണ്ടതും. അതുപോലെ തന്നെ ശാസ്താവെങ്കിൽ നീരാഞ്ജനം, അതുപോലെ തന്നെ ഇവിടെ 7 ശനിക്ക് നീരാഞ്ജന വഴിപാടും, ശനി ദോഷത്തിനായിക്കൊണ്ട് ശിവക്ഷേത്ര ദർശനവും, സമാധാനത്തിനായിക്കൊണ്ട് ശിവക്ഷേത്രത്തിലെ കൂളമാല അലങ്കാരത്തിലും അതുപോലെ തന്നെ നിവേദ്യത്തോടുകൂടെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂടി കഴിക്കുമ്പോൾ ഇവർക്ക് ഈ ദോഷത്തു നിന്ന് ഒരു മാറ്റങ്ങൾ വരും. പിന്നെ ശാസ്താവെങ്കിൽ നീരാഞ്ജനം ശത്രുദോഷത്തിനും അതുപോലെ തന്നെ ശനി നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ തടസ്സങ്ങൾക്കും ഒരു പരിഹാരമായിട്ടാണ് കാണേണ്ടത്. അത് ഇവർക്ക് ഒരു ചെറിയ നേട്ടങ്ങൾ വരും. അത് ഏതൊരു രാശിക്കാർക്കും, അതായത് ഈ ഉത്രം അത്തം ചിത്രയുടെ അരഭാഗം വരുന്ന ഈ 3 നക്ഷത്രക്കാർക്കും ഒരുപോലെ പറ്റുന്ന വഴിപാട് കർമ്മങ്ങളാണ്
കാണേണ്ടത്. എങ്കിലും ശ്രദ്ധയോടെ പ്രാർത്ഥനാ പുരസ്സരം മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് എല്ലാം നല്ലതായി സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തുലാരാശിയിൽ ചിത്രയുടെ അരഭാഗം ചോതി പൂർണ്ണമായും വിശാഖത്തിൻ്റെ മുക്കാഭാഗം ചേർന്ന് വരുന്ന തുലാരാശിക്കാരെ സംബന്ധിച്ച് ചില നേട്ടങ്ങളുടെ സമയമാണ്. അതുപോലെ തന്നെ ശത്രുതാ ഭാവത്തിൽ കാണുന്ന സമയം കൂടിയാണ്. അപ്പോൾ കാര്യകാരണങ്ങളില്ലാതെ ഔചാരിതമായി ധനനേട്ടങ്ങളും അതുപോലെ തന്നെ ചെയ്യുന്നതോടുകൊണ്ട് ഒരുപാട് ഉയർച്ചകളൊക്കെ ഉണ്ടാവാം. എന്നാൽ അതുപോലെ തന്നെ ചെറിയ ശത്രുദോഷങ്ങളും വരാമെന്നാണ് പറയാം. ഇത് ഇവർക്ക് പൂർണ്ണമായൊരു സന്തോഷം കിട്ടാത്ത സ്ഥിതി വരും. അതുകൊണ്ട് തന്നെ ഇവർക്ക് തൊഴിൽ ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കോ അതുപോലെ തന്നെ ഒക്കെ വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകുക തന്നെയാണ് ഇതുകൊണ്ട് ഉത്തമമായ മാർഗം. ചെയ്യേണ്ട വഴിപാട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിഷ്ണു ക്ഷേത്രത്തിലെ ഒരു വഴിപാട് കഴിക്കുക. അത് പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക് തന്നെയാണ് കഴിക്കേണ്ടത്. അതുപോലെ തന്നെ പിന്നീട് ചെയ്യേണ്ടത് ഇവർക്ക് ശത്രു ദോഷങ്ങളില്ലാതെ കണ്ട് സമാധാനപൂർവ്വം മുന്നോട്ട് പോകാനും ഇവിടെ അധിപനായി വരുന്നതും ഹനുമാൻ സ്വാമിക്ക് കുഴച്ചാവിലെ നിവേദ്യമായിക്കൊണ്ടും അതുപോലെ തന്നെ വെറ്റില മാലയും നെയ്വിളക്കും സമർപ്പിക്കുക ഹനുമാൻ സ്വാമിക്ക്. അപ്പോൾ ഈ 2 ക്ഷേത്ര വഴിപാട് കൊണ്ട് തന്നെ ഇതിൽ കാണുന്ന ദോഷഭാവങ്ങൾക്ക് പരിഹാരങ്ങളായിക്കൊണ്ട് ധനവരവിനും തൊഴിൽ മേന്മയ്ക്കും അതുപോലെ തന്നെ നല്ല സമാധാനത്തിനുമായിക്കൊണ്ട് ഈ വഴിപാട് ഇവർക്ക് പൂർണ്ണമായ ഒരു സന്തോഷത്തിൽ എത്തിപ്പെടാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. പിന്നീട് വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിയിൽ വിശാഖത്തിൻ്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട, അങ്ങനെയാണ് 2 ഭാഗം. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ആലോചന ചിന്തകളില്ലാതെ ചെയ്യുന്നത് കൊണ്ട് ചെറിയ ദോഷങ്ങൾ സംഭവിക്കാമെന്നാണ് പറയുക. അതുപോലെ തന്നെ എടുത്തുചാട്ടങ്ങൾ, അതുപോലെ തന്നെ സുഹൃത്ത് ബന്ധങ്ങളെല്ലാം ഇവർക്ക് നല്ല രൂപത്തിൽ എത്തിപ്പെടാൻ കഴിയില്ല. ഇവരുടെ സുഹൃത്തുക്കളെ മൂലം ഇവർക്ക് ശത്രുദോഷങ്ങളും സംഭവിക്കാമെന്നാണ് പറയുക. അതുപോലെ തന്നെ ഇവരുടെ കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ചിട്ടും അതുപോലെ തന്നെ ചെയ്യുന്ന തൊഴിൽ സംബന്ധിച്ചും കുടുംബ സമാധാനങ്ങൾ കുറയേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ അതുപോലെ തന്നെ കാര്യപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവർ തീർച്ചയായിട്ടും ചെയ്യേണ്ടതും നാഗങ്ങൾക്കൊരു വഴിപാട് കഴിക്കണം എന്നാണ് പറയുക. നാഗങ്ങൾക്കൊരു വഴിപാട് കഴിക്കുന്നതും അതുപോലെ തന്നെ പിന്നീട് ചൊവ്വയ്ക്കൊരു വഴിപാട് കഴിക്കാം. അത് ചൊവ്വ എന്നുള്ളത് ഭഗവതി തന്നെയാണ്. ഭഗവതിക്ക് വിളക്ക് മാല നിവേദ്യത്തോടെ ഒരു വഴിപാട് കഴിക്കുക. പിന്നെ ഒരു നാഗപൂജ കൂടി കഴിക്കുക. ഈ 2 വഴിപാടുകൂടെ വൃശ്ചിക രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്ക്, അതായത് വിശാഖത്തിൻ്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട, ഇവർക്ക് ഒരു പരിധിവരെ എല്ലാം നല്ലതായിക്കൊണ്ടും സമാധാനമായിക്കൊണ്ടും മുന്നോട്ട് പോകാൻ കഴിയും. എങ്കിലും അറിയാതെ വരുന്ന ശത്രുദോഷങ്ങളൊക്കെ അതിജീവിക്കാനായിക്കൊണ്ട് തന്നെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഈശ്വരചിന്ത കൂടി നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് നല്ലതായിട്ട് തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്തായിട്ട് ധനുരാശിയാണ്. ധനുരാശിയിലെ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം വരുന്ന ധനുരാശിക്കാരെ കാത്തിരിക്കുന്നത് ഒരു നല്ല അവസരം തന്നെയാണ്. അതായത് ഇവർക്ക് 4 ശനിയുണ്ട്. അത് ചെറിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടോടെ ഇരിക്കാം. പക്ഷേ ഇവർക്ക് വ്യാഴം വളരെ ദോഷമില്ലാത്തൊരു സമയത്താണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള ഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു തരക്കേടില്ലാത്ത സമയമായിട്ടാണ് കാണേണ്ടത്. എങ്കിലും ഈ 4 ശനി, അതായത് മീനരാശിയിൽ കൊണ്ടിരിക്കുന്ന ശനി, തറവാട്, വീട്, സ്വസ്ഥത, സമാധാനം ഇതൊക്കെ സംബന്ധിച്ച് എപ്പോഴും ഒരു ചിന്തകൾ വന്നുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ വരാം. ഒന്നല്ലെങ്കിൽ ഒന്ന് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും. എന്ത് തടസ്സങ്ങൾ, എന്തുകൊണ്ട് ഈ 4 ശനി തന്നെയാണ്. അപ്പോൾ അത് ഇനെന്താ പറയുക, കണ്ടകശനിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ കണ്ടകശനിയെ കൊണ്ട് ഈ വക ബുദ്ധിമുട്ടുകളും മറ്റുള്ള ഗ്രഹങ്ങളെ കൊണ്ട് ചെറിയ നേട്ടങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ശനി ഒരു ഗ്രഹം മാത്രമല്ലേ ശത്രുസ്ഥാനത്ത്. അപ്പോൾ അതിനെന്ത് എന്നുള്ള പരിഹാരത്തിൽ ഇവർക്ക് ചെയ്യേണ്ട വഴിപാട് തീർച്ചയായിട്ടും ശിവക്ഷേത്രം തന്നെയാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. ശിവക്ഷേത്രത്തിൽ മനസമാധാനത്തിനായിക്കൊണ്ട് ധാര വഴിപാട് കഴിക്കുക. അത് ജന്മനാളിലും തുടർച്ചയായിട്ട് 2 ദിവസം കഴിക്കുക, മുന്നും പിന്നും 2 നാൾ ജലധാര കഴിക്കുക. അതുപോലെ തന്നെ
ദേവന് നിവേദ്യം കഴിക്കാം. അത് ജന്മനാൾ ചെയ്താൽ മതി. അതുപോലെ തന്നെ കൂവളമാലയും കടാവിളക്കും സമർപ്പിക്കാം. തീർച്ചയായിട്ടും ഇവർക്ക് നല്ലത് തന്നെ സംഭവിക്കാം. 4 ശനിക്ക് ഒരു പരിഹാരമാണ്. അതുപോലെ തന്നെ ശാസ്താവെങ്കിൽ നീരാഞ്ജനം, അതുപോലെ തന്നെ അയ്യപ്പസ്വാമിക്ക്, അതുപോലെ തന്നെ അട വഴിപാടും നെയ്വിളക്കം സമർപ്പിക്കാം. അതും കൊണ്ട് ഈ ശനിയുടെ ദോഷങ്ങൾ തീരുമ്പോൾ ധനുരാശിക്കാരെ കുറിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നത്തിനും പരിഹാരമാവും. പിന്നീട് ഇവർക്ക് 4 വരുന്ന ദോഷം കഠിനമായതുകൊണ്ട് തന്നെ ഈശ്വര പ്രാർത്ഥനയോട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇവർക്ക് നല്ലത് തന്നെ സംഭവിക്കുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഈ കർക്കിടക മാസ ഫലചിന്തയിൽ കാണുന്നത്. എങ്കിലും ഇവർ മനസ്സമാധാനമായിക്കൊണ്ട് ക്ഷേത്ര ദർശനം അതിൽ ഏറ്റവും ഉൾക്കൊണ്ട് കാണേണ്ടത് ശ്രീരാമസ്വാമി പോലുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നതും ചെയ്ത ദുരിതദോഷങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരങ്ങളായിട്ടാണ് കാണേണ്ടത്. അടുത്തായിട്ട് മകരം രാശി. മകരം രാശിയിൽ ഉത്രാടത്തിൻ്റെ 3/4 ഭാഗം തിരുവോണം, അവിട്ടത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന തിരുവോണം നക്ഷത്രക്കാരെ കുറിച്ച് കാണുകയാണെങ്കിൽ ഇവർക്ക് 2-ലാണ് രാഹു, അതുപോലെ തന്നെ ഇവർക്ക് 3-ലാണ് ശനി. അങ്ങനെ വരുമ്പോൾ 3-ൽ ശനി മുടിചൂടും 2-ൽ രാഹു ചെറിയ ചില നേട്ടങ്ങളുണ്ടാക്കും. എങ്കിലും രാഹുവിനേക്കാൾ ഗുണങ്ങളുള്ള കേതുവിനെ കൊണ്ടാണ്. അപ്പോൾ എങ്കിലും കഠിനമായൊരു ദോഷങ്ങളില്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് എന്നാൽ ഇവർക്ക് വ്യാഴത്തിനെ കൊണ്ട് ചില ദോഷങ്ങളുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിലും തർക്കങ്ങളും തടസ്സങ്ങളും ഉണ്ടാവാം, ഒരു ബുദ്ധിമുട്ടുകളുണ്ടാക്കാം. എന്തുകൊണ്ടെന്നാൽ വ്യാഴം അനുകൂലത്തിലല്ലല്ലോ, അതുപോലെ തന്നെ ശുക്രനും നേട്ടത്തിലല്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുടുംബ സമാധാനം കുറയുന്നതും എല്ലാ കാര്യത്തിലും തടസ്സപ്പെടുന്ന അവസരങ്ങളുണ്ടാവാം. സന്താനങ്ങൾ, ഭാര്യ, ഇതൊക്കെ ചെറിയ ചില മനസ്സമാധാനം കുറയ്ക്കുന്ന അവസരങ്ങൾ വരാം. അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും സമാധാനത്തിലും സന്തോഷത്തിലും പോകാനും അനുകൂലത്തിലാവാനും ഈ വ്യാഴം സന്തോഷം തരാനും വ്യാഴ ദോഷ പരിഹാര പൂജ നവഗ്രഹ ക്ഷേത്രത്തിൽ ചെയ്യുക, അല്ലെങ്കിൽ വ്യാഴ പൂജയായിട്ട് ചെയ്താലും മതി. അപ്പോൾ എല്ലാ ഗ്രഹങ്ങൾക്കും അല്ല ഉദ്ദേശിച്ച് വ്യാഴ ദോഷ പരിഹാര പൂജയാണ് അതിന് ഏറ്റവും ഉത്തമം. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് വ്യാഴം അനുകൂലത്തിലാവുന്നതും മറ്റുള്ള ഗ്രഹങ്ങൾ ഇപ്പോൾ അനുകൂലത്തിൽ തന്നെ നിൽക്കുന്നതും കൊണ്ട് ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും. എങ്കിലും ഇവർ ചെയ്യുന്ന ഇതിൽ തന്നെ അറിയാതെ ശത്രുദോഷങ്ങൾ വരുന്നതും അതുകൊണ്ട് തന്നെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതും കുടുംബക്ഷേത്രങ്ങൾ പോലുള്ളതിൽ ചെയ്യേണ്ട വഴിപാട് മുറ പോലെ ചെയ്യുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ദേഹസമാധാനത്തിനായിക്കൊണ്ട് ദേഹമുട്ടും ശത്രുമുട്ടും കർമ്മമുട്ടൊക്കെ തീർക്കുന്നത് വളരെ ഉചിതമായ വഴിപാടായിട്ടാണ് കാണേണ്ടത്. അടുത്തായിട്ട് കുംഭൻ രാശിയാണ്. കുംഭൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹം രാഹുവാണ്. അവരുടെ 2-ൽ നിൽക്കുന്നത് ശനിയാണ്. അപ്പോൾ 7.5 ശനിയായിട്ടാണ് കാണുക. അപ്പോൾ ലഗ്നാധിപൻ അതുപോലെ തന്നെ ശനിയാണ്. ശനിയെ കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവാം. അത് മീനരാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലഗ്നാധിപനിൽ വരുന്ന രാഹുവും 2-ൽ വരുന്ന ശനിയും 5-ലെ വ്യാഴം അനുകൂലത്തിലാണ്. എങ്കിലും പൂർണ്ണമായൊരു സന്തോഷത്തിൽ സർവ്വകാര്യങ്ങളും സാധിക്കില്ല എന്നാണ് പറയും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കും ശാസ്താവെങ്കിൽ നീരാഞ്ജന വഴിപാട് കഴിക്കുക. അതുപോലെ തന്നെ ശാസ്താവിന് തന്നെ അട വഴിപാട് കഴിക്കുക. നെയ്വിളക്കും തുളസിമാലയും സമർപ്പിക്കുക. ഇത് ശാസ്താവിന്. അതുപോലെ തന്നെ നാഗങ്ങൾക്കും ഒരു വഴിപാട് കഴിക്കുക, നാഗപൂജയായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ പിന്നീട് ഇവർക്ക് 7 ശനി ദോഷങ്ങളുണ്ട്. അതിന് ശിവക്ഷേത്രത്തിൽ ധാര വഴിപാട് കഴിക്കുക. അത് മനസ്സമാധാനം കിട്ടും. അതുപോലെ തന്നെ ഒരു നിവേദ്യം കടാവിളക്ക് കൂടി സമർപ്പിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഈ ഗ്രഹദോഷത്തു നിന്ന് ഒരു പരിഹാരങ്ങളായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതുപോലെ തന്നെ ദേഹദോഷങ്ങൾക്കും ഒരു പരിധിവരെ സമാധാനം കിട്ടും. കടാവിളക്കും അതുപോലെ തന്നെ ധാര നിവേദ്യമൊക്കെ കഴിക്കുകയാണെങ്കിൽ ശിവക്ഷേത്ര ദർശനം കൂടി നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഇവർക്ക് എല്ലാ കാര്യത്തിലും അനുകൂലങ്ങളും സന്തോഷങ്ങളും ആവുന്ന അവസരങ്ങളാണ് സംഭവിക്കുക എന്നാണ് കുംഭൻ രാശിയിൽ വരുന്ന 2.25 ഭാഗം നക്ഷത്രക്കാരെ കുറിച്ച് കാണേണ്ടത്. അപ്പോൾ അവിട്ടം ചതയം പൂരോട്ടാതി 3/4 ഭാഗം ചേർന്ന് വരുന്ന 2.25 ഭാഗം നക്ഷത്രക്കാർക്ക് ഈ മാസങ്ങളിൽ തന്നെ അറിയാതെ വരുന്ന വീഴ്ചകളോ ക്ഷതങ്ങളോ കൂടി കാണണം. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ശിവക്ഷേത്ര ദർശനം പോലെ തന്നെ ശ്രീരാമസ്വാമി ക്ഷേത്രവും
അതുപോലെ തന്നെ ദുരിതദോഷങ്ങൾ തീരാനായിക്കൊണ്ട് കഴിയും വഴിപാട് ശിവക്ഷേത്രത്തിൽ കഴിക്കുന്ന പോലെ തന്നെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ കഴിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ല വഴിപാടായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും പുണ്യമാസം കൂടിയാണല്ലോ കർക്കിടക മാസം. അതുകൊണ്ട് തീർച്ചയായും ഇവർക്ക് നല്ലത് തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്തായിട്ട് മീനൻ രാശിയാണ്. മീനൻ രാശിയിൽ പൊതുവെ പൂർവ്വരട്ടാതി കാലാണ്, ഉത്തരട്ടാതി രേവതി, ഇങ്ങനെയാണ് 2 ഭാഗം. ഈ 2 ഭാഗം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ജന്മശനി ഉണ്ട് എങ്കിലും ഇവർക്ക് 4 വ്യാഴം അനുകൂലമാണ്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും ഇവർക്ക് ഒരു പരിധി വരെ സമാധാനമാണ്. എന്നാൽ ചൊവ്വയെ കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. 2 ഭാവം മീനൻ രാശി 2 ഭാഗം മേടൻ രാശിയാണ്, അതിൻ്റെ അധിപൻ ചൊവ്വയാണ്. ഈ ചൊവ്വയെ കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഈ ബുദ്ധിമുട്ടും ലഗ്നാധിപനായി വരുന്ന ശനിയും ഇത് രണ്ടും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജന്മശനിയും അതുപോലെ തന്നെ ചൊവ്വയും ഈ 2 ഗ്രഹങ്ങൾക്കായിട്ട് 2 വഴിപാട് കഴിക്കുക. ഒന്ന് ഏറ്റവും നല്ല വഴിപാട് എന്ന് പറയുന്നത് ശനി ദോഷ പരിഹാര പൂജയാണ് നവഗ്രഹത്തിൽ. അപ്പോൾ ഈ പിന്നീട് വരുന്നത് ചൊവ്വയാണ്. ഈ ചൊവ്വ എന്ന് പറയുന്നത് തട്ടകത്തിലെ ഭഗവതിയാണ് ഏറ്റവും ഉത്തമ മാർഗം. തട്ടകത്തിലെ ഭഗവതിക്ക് ഭഗവത് സേവ വഴിപാട് കഴിക്കുക. അതുപോലെ തന്നെ